ഇവർ എല്ലാവരും കൂടി ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്നു, എന്നിട്ട് എൻജോയ് ചെയ്യുന്നു. നോക്കടാ, നല്ലോണം നോക്ക്. അവിടെ ഒരു സിനിമ പോസ്റ്റർ പോലെയാടാ. കാണാൻ നന്നായിട്ടുണ്ടാവും, പക്ഷെ കയ്യിൽ കിട്ടില്ല. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇട്ടിരിക്കുന്നൊക്കെ അഴിച്ചു മാറ്റിയ സൗന്ദര്യം കൂടും. അല്ല, ഞാൻ ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിരിക്കുമ്പോ എന്നെങ്കിലും എന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നീ? ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്താ കാണാൻ വല്ലതും ഉണ്ടാവോ? പിന്നെ എങ്ങനെയാ എന്തെങ്കിലും പറയാ? മച്ചാനെ, ഞാൻ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നോണ്ടാ ഇവിടെ സ്റ്റുഡൻസ് വരുന്നത്. സാരിയും ചുറ്റി നിന്നാലുണ്ടല്ലോ ഒരു കുഞ്ഞു പോലും വരില്ല. പിന്നെ ഞാനും നിന്നെ പോലെ മോഷ്ടിക്കാൻ ഇറങ്ങേണ്ടി വരും. അജു, നമ്മുടെ മച്ചാനുണ്ടല്ലോ ശിവാനിനെ സ്വിമ്മിംഗ് ഡ്രസ്സിൽ കണ്ടിട്ട് ഫുൾ ആയിട്ട് ഓഫ് ആയടാ. എല്ലാവർക്കും ഇവിടെ വെറും ശരീരം മാത്രം മതി. ഇവിടെ ആരും ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരില്ല. മച്ചാനെ, അവളെ നിനക്കിട്ടാ കൊളുത്തിടുന്നത്. ആ, മനസ്സിലായി. ഭാര്യ, പേരക്കുട്ടികള്, കുട്ടികള്, സമ്പാദിക്കുന്നത്, മരിക്കുന്നത്, അതൊരു ജാതി. സന്തോഷം, ജോലി, ആഘോഷം, ഇത് എന്റെ ജാതി. ആ ജാതിയിൽ ഓൺലി എൻട്രി, നോ എക്സിറ്റ്. എന്റെ ജാതിക്ക് ഓപ്പൺ എൻട്രി, ഓപ്പൺ എക്സിറ്റ്. വന്ന് നോക്കുന്നോ? യാതൊരു ഫ്യൂച്ചറില്ലെന്ന് അറിഞ്ഞിട്ട് നീ തലവെക്കാൻ റെഡി ആയിരിക്കല്ലേ? ഞാനാണെങ്കിൽ പോക്കറ്റിൽ താലിയും വെച്ച് കാത്തിരിക്കുക. പക്ഷെ കെട്ടാൻ നീ റെഡി അല്ലല്ലോ. പുലി വിശന്നാൽ പോലും പുല്ല് തിന്നാറില്ല. ഈ ഇറച്ചിയൊക്കെ കൊളസ്ട്രോളാ. പുല്ല് ഗുഡ് ഫോർ ഡൈജഷൻ. ഥു, ദിവസം മുഴുവൻ നീ വെള്ളത്തിലായിരിക്കും. എന്നിട്ടിനി ഗേൾ ഫ്രണ്ടിന്റെ കൂടെ കുറവേ ഉള്ളൂ. എടാ, ഈ ശീലമൊക്കെ ഒന്ന് മാറ്റി നന്നാവും നോക്കടാ. എങ്കിൽ നിനക്ക് പെണ്ണും കിട്ടും, സമയവും തെളിയും. അവന്റെ കിഡ്നിയോ അല്ലെങ്കിൽ അവന്റെ കണ്ണോ ചോദിച്ചാൽ അവൻ തന്നേക്കും. പക്ഷെ കഞ്ചാവ് ചോദിച്ചാൽ അവൻ തരില്ല. ആർക്കൊക്കെ എന്തിൽ സന്തോഷം കിട്ടുന്നോ അവരത് ചെയ്യുന്നു. ഈ ഉപദേശത്തിന്റെയൊക്കെ ആവശ്യമുണ്ടോ നിനക്ക്? എടാ മച്ചു, ഐ ലവ് യു ഡാ. എടാ, നിന്നെയൊക്കെ ആരാടാ നോക്കുക? ഇങ്ങനെ ട്രാക്സിന്റെ അടിയിൽ കോമണം ചുറ്റുന്ന ഒരേ ഒരാളെ ലോകത്ത് നീ മാത്രമായിരിക്കും. ആരാ നിന്നെ കണ്ട് ഇംപ്രസ് ആവുക? അത് കോണകമല്ല, എന്റെ സ്വാതന്ത്ര്യമാണ്. ഡോണ്ട് സേ കോണകം, സേ മൈ ബോഡി. ഡ്രിങ്ക്സ് തീർന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ഡ്രിങ്ക്സ് വേണം. ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ബോംബ് കാണുമ്പോൾ എങ്ങനെ അലറാറ്? നിങ്ങളിപ്പോ എന്താ കണ്ടത്? ഞങ്ങളെല്ലാം കണ്ടടാ. മച്ചു, നീയാണ് ഈ പണി ചെയ്തല്ലേ? എന്റെ ജോലി വേഗം തീർത്തു തന്നതിന് താങ്ക്സ്. നിന്റെ ജോലി ഞാൻ വേഗം തീർത്തു തന്നോ? എന്താടാ പറയുന്നത്? ആ, നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളുടെ കുളിസീന് ആണുങ്ങള് കാണുമ്പോളേ കമ്പൽസറി ആയിട്ട് അവളെ അവൻ തന്നെ കല്യാണം കഴിക്കണം. ഇവളിപ്പോ എല്ലാം കണ്ടല്ലോടാ. ഇവളെ എന്നെ കല്യാണം കഴിച്ചോളൂ. ഇവിടെ വെച്ച് റൊമാൻസ് ഒന്നും വേണ്ടാന്നേ. ഇവിടെ ഒരു ഉമ്മ തന്നാ മതി. ആദ്യം ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ട് വാടാ. ലിസൺ ലിസൺ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? എന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി അടിക്കാൻ വേണ്ടിട്ടാ? എന്റെ കൂടെ സിഗ്നൽ ക്ലിയർ ആയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. നിനക്ക് ഗ്രീൻ സിഗ്നലും കിട്ടില്ല, സന്തോഷവും കിട്ടില്ല. കുതിരയാടാ അത്. ശ്രദ്ധിച്ചു പോണം, ഇതുപോലെ തലയിലടിക്കാൻ പാടില്ല. വിട്ടേക്കടാ. എടാ, ആര് നോക്കിയ കുതിരയെന്ന് വിളിച്ചാ? എന്റെ പെണ്ണെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ആരാടാ നിന്റെ പെണ്ണ്? നിന്റെ സ്റ്റേറ്റസ് എന്താ? എന്റെ സ്റ്റേറ്റസ് കൂൾ ഡൗൺ. എല്ലാ വീക്കെൻഡിലും വീട്ടിൽ തന്നെ പാർട്ടി വെച്ചാ എന്ത് ത്രില്ലടാ ഉള്ളത്. കമോൺ, ലെറ്റ്സ് റോക്ക്. ഇവൻ അവിടെയും ഇങ്ങനെ കോണ കുച്ചിട്ടാണെങ്കിൽ ഞാൻ വരുന്ന പ്രശ്നം. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കാം. ഇനി മുതൽ ഞാൻ കോണ കൊടുക്കില്ല. ശിവാനി, എന്താ? അത് പിന്നെ അല്ല, രാവിലെ തന്നെ തുടങ്ങിയോ? അയ്യോ, അതൊന്നുമല്ല. അത് പുറത്ത് കാണുന്നു. എന്താടാ കാണുന്നേ? അത് ഡാർലിംഗ്. ഓ, ഇതായിരുന്നോ? ഇപ്പോഴോ? എനിക്കിട്ടെന്നെ പണിയുന്നോ? വേറൊന്നുകൂടി കാണുന്നുണ്ട്. വേറെന്താടാ കാണുന്നേ? അതാ ഡാർലിംഗ്. ഇതോ? ഇപ്പോഴെങ്കിലും കത്തിയല്ലോ.
ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ വണ്ടി ഒന്ന് റിപ്പയർ ആയി. വളരെ സന്തോഷമുണ്ട്. എന്റെ വണ്ടി റിപ്പയർ ആയതിൽ നിങ്ങൾക്ക് സന്തോഷമോ? എന്താ പറയുന്നത്? ഡോക്ടർമാർക്ക് പേഷ്യൻസ് വന്നാൽ സന്തോഷം, ലോയറിന് കേസ് വന്നാൽ സന്തോഷം, മെക്കാനിക്കിന് വണ്ടി റിപ്പയർ ആയാൽ സന്തോഷം. അബ്ദുള്ള കാർ മെക്കാനിക്. താങ്ക് ഗോഡ്. എന്റെ സമയം നല്ലത് ചേട്ടാ. മെക്കാനിക്കിന്റെ വീടിന് മുമ്പ് വെച്ച് വണ്ടി റിപ്പയർ ആയി. ദയവ് ഇതൊന്ന് ശരിയാക്കി തരണം ചേട്ടാ. എന്താന്ന് ഇപ്പോഴോ? എനിക്കിപ്പോൾ ഡിക്കി മുമ്പിലായിട്ടും ബോണറ്റ് പുറകിലുമായിട്ടേ കാണൂ. എന്താണെങ്കിലും ശരി, നമുക്ക് കാലത്ത് ശരിയാക്കാം. ഇപ്പോഴെനിക്ക് പറ്റാത്തതുകൊണ്ടാ കേട്ടോ. അത് ശരി. നേരം വെളുക്കുന്നവരെ ഞാൻ എവിടെ നിൽക്കും? ഒരു പായ് വിരിച്ചു തരാം. നേരം വെളുക്കുന്നോടം വരെ ജയ് നിത്യാനന്ദ എന്നും പറഞ്ഞോണ്ടിരിക്കേ. ഈ ഒരു അവസ്ഥയിൽ കളിയാക്കരുത് ചേട്ടാ. സോറി, അടുത്ത് തന്നെ ഒരു വീടുണ്ട്, ഭക്ഷണവും തരും അവര്. നേരം വെളുക്കുന്നവരെ നീ അവിടെ പോയി നിന്നു. ചേട്ടാ, ഒരു പരിചയമില്ലാത്ത വീട്ടിൽ എങ്ങനെയാ കയറി പോവാ? ഈ ഏരിയയിൽ ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരൊക്കെ ആദ്യം പോകുന്നത് ആ വീട്ടിലേക്കായിരിക്കും. അതൊക്കെയാണ് അവരുടെ ദിവസ വരുമാനവും. ഓ അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. കാലത്ത് നേരത്തെ എണീറ്റ് എന്റെ കാറൊന്ന് ശരിയാക്കി തരണം ചേട്ടാ, പ്ലീസ്. ശരി ശരി, കാലത്ത് വരുവാണെങ്കിൽ ചെയ്തു തരാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായില്ലേ? കാലത്ത് നീ എഴുന്നേക്കോ ഇല്ലയോ, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ എണീക്കും. വണ്ടി ശരിയാക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. ആരാ? എന്റെ പേര് അജയ് എന്നാ. കാറൊന്ന് റിപ്പയർ ആയി. ഞാൻ അതുകൊണ്ട്. സാരമില്ല, അകത്തേക്ക് വരൂ. ഇതാണ് എന്റെ മുത്തശ്ശി രുക്മിണി. നമസ്കാരം അമ്മേ. നമസ്കാരം മോനെ. ഞങ്ങളുടെ വീട്ടിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആരും വരില്ല. ഇന്നാണ് ഇതുപോലൊരു മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുപോലൊരു സ്ഥലത്ത് ഇത്രയും വലിയ വീടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു വലിയ കൊട്ടാരം പോലെയുണ്ട്. ഒരുപാട് പഴയതാ. ഞങ്ങളുടെ മുതലാളി ദാനമായിട്ട് തന്നതാ. ഇവള് എന്റെ പേരക്കുട്ടി വന്ദന. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മേ, അതൊന്നും വേണ്ട. എന്തിനാ ബുദ്ധിമുട്ടുന്നേ? അതിന് നിനക്ക് വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളത് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. മോളെ വന്ദനെ, ഇവന് ഭക്ഷണം എടുത്ത് കൊടുക്ക. ശരി മുത്തശ്ശി. ചെല്ലുമോനെ, പോയി കഴിക്കാം. എന്താ മോനെ, എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. അയ്യോ, നിങ്ങളുടെ ഷർട്ടിൽ വീണു. അയ്യോ, സാരമില്ല, പോട്ടെ. സത്യം പറയാലോ, ഇത്രയും ടേസ്റ്റുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. കഴിക്കുന്ന ഭക്ഷണം ആർക്കെവിടെയാണോ വിധിച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. അത് സത്യമാ. നിങ്ങളാരോ ഞാനാരോ. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ കഴിച്ചില്ലേ? സോറി അമ്മേ, ആവശ്യമില്ലാതെ നിങ്ങളുടെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തി. രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ട് പല വർഷങ്ങളായി. എന്നുവെച്ചാ? ഈ വീട്ടിലുള്ളത് ഞങ്ങൾ രണ്ടുപേരല്ലേ. ഉറങ്ങുന്ന ജോലി മാത്രമേ ഉള്ളൂ. വരൂ, മുകളിൽ റൂം തുറന്നതാ. വരൂ, അകത്തേക്ക് വരൂ. സമാധാനമായി വിശ്രമിക്കൂ. ഞാൻ രാവിലെ വരാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വളരെ നന്ദിയുണ്ട്. കിടന്നോളൂ.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.